ഒരു സിനിമ തുടങ്ങുന്നത് വലിയ പ്രതീക്ഷകളോടെയാണ്. എന്നാൽ ഷൂട്ടിംഗ് 50% പൂർത്തിയായ ശേഷം ആ സിനിമ ഉപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? മോഹൻലാലിന്റെ റേസിംഗ് സിനിമ മുതൽ പൃഥ്വിരാജിന്റെ ബിഗ് ബഡ്ജറ്റ് കർണൻ വരെ നീളുന്നു ആ ലിസ്റ്റ്. ആരാധകർ ഇന്നും കാത്തിരിക്കുന്ന ആ സിനിമകളിലേക്കാണ് നിയോൺ ഫ്രെയിംസ് കടന്നു ചെല്ലുന്നത്. ഓസ്ട്രേലിയ 1992 രാജീവ് അഞ്ചൽ മോഹൻലാലിനെ വെച്ച് തുടങ്ങിയ ചിത്രമാണ് ഓസ്ട്രേലിയ. ഒരു ഫോർമുല 1 റേസിംഗ് പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ സിനിമയ്ക്കായി മോഹൻലാൽ ഒരു റേസിംഗ് ഡ്രൈവറുടെ ഗെറ്റപ്പിലായിരുന്നു. അക്കാലത്ത് മലയാളത്തിൽ താങ്ങാൻ കഴിയാത്ത ബഡ്ജറ്റായിരുന്നു ഇതിൻ്റേത്. കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തെങ്കിലും ഔട്ട്പുട്ടിൽ സംവിധായകന് തൃപ്തി വരാത്തതും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം ഇത് മുടങ്ങി. ഈ സിനിമയിലെ റേസിംഗ് സീനുകൾ പിന്നീട് മോഹൻലാലിന്റെ തന്നെ ബട്ടർഫ്ലൈസ് എന്ന സിനിമയുടെ ടൈറ്റിൽ സോങ്ങിൽ നമുക്ക് കാണാൻ സാധിച്ചു. ധനുഷ്കോടി പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ 90കളിൽ പ്രഖ്യാപിച്ച വലിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിരുന്നു ഇത്. തമിഴ്നാട്ടിലെ ധനുഷ്കോടിയിൽ വലിയൊരു ഷെഡ്യൂൾ പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ പ്രൊഡ്യൂസർക്കുണ്ടായ പെട്ടെന്നുള്ള സാമ്പത്തിക തകർച്ച കാരണം ഷൂട്ടിംഗ് തുടങ്ങിയ ഉടനെ ചിത്രം പാതി വഴിയിൽ നിലച്ചു. പിന്നീട് ആന്റണി പെരുമ്പാവൂർ ഈ കഥയെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മാണ്ഡം ഷാജി കൈലാസ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ആറാം തമ്പുരാൻ എന്ന വൻ വിജയത്തിന് ശേഷം പ്ലാൻ ചെയ്ത സിനിമയായിരുന്നു ബ്രഹ്മാണ്ഡം. ഇതിന്റെ ടൈറ്റിൽ പോസ്റ്റർ അന്ന് മാഗസീനുകളിൽ വലിയ തരംഗമായിരുന്നു. എന്നാൽ ആ സമയത്ത് ഇതിന്റെ സ്ക്രിപ്റ്റിൽ ചില മാറ്റങ്ങൾ വരുത്തുവാൻ തീരുമാനിക്കുകയും ആ ഡേറ്റിൽ പിന്നീട് നരസിംഹം എന്ന ചരിത്ര വിജയം കുറിച്ച സിനിമ സംഭവിക്കുകയുമാണ് ഉണ്ടായത്. സത്യപ്രതിജ്ഞ മമ്മൂട്ടിയും IV ശശിയും ഒന്നിക്കാനിരുന്ന വലിയൊരു പൊളിറ്റിക്കൽ ത്രില്ലർ ആയിരുന്നു ഇത്. മമ്മൂട്ടിയുടെ ഒരു പ്രത്യേക ഗെറ്റപ്പിലുള്ള പോസ്റ്ററുകൾ അന്ന് പുറത്തു വന്നിരുന്നു. എന്നാൽ ഷൂട്ടിംഗ് പകുതിയോളം കഴിഞ്ഞപ്പോൾ സ്ക്രിപ്റ്റിൽ ചില മാറ്റങ്ങൾ അനിവാര്യമായി വന്നു. ആ ഗ്യാപ്പിൽ മറ്റ് സിനിമകളുടെ ഡേറ്റുകൾ വന്നതോടെ ഈ ചിത്രം എന്നേക്കുമായി ഉപേക്ഷിക്കപ്പെട്ടു. കർണൻ ആൻഡ് മഹാവീർ കർണ എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയുടെ സംവിധായകൻ RS വിമൽ പൃഥ്വിരാജിനെ വെച്ച് പ്രഖ്യാപിച്ച 300 കോടി ബഡ്ജറ്റ് ചിത്രം. ഇതിന്റെ ഒരു പ്രൊമോ വീഡിയോ പോലും പുറത്തിറങ്ങിയിരുന്നു. എന്നാൽ നിർമ്മാതാക്കളുടെ പിന്മാറ്റം കാരണം പൃഥ്വിരാജ് ഈ പ്രോജക്റ്റിൽ നിന്ന് മാറി. പിന്നീട് തമിഴ് നടൻ വിക്രമിനെ വെച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്തെങ്കിലും അതും ഇപ്പോൾ പാതി വഴിയിൽ നിൽക്കുകയാണ്. പ്രൊഫസർ ഡിങ്കൻ ക്യാമറാമാൻ രാമചന്ദ്ര ബാബു ആദ്യമായി സംവിധാനം ചെയ്ത 3D ചിത്രം. ഷൂട്ടിംഗ് 60% കഴിഞ്ഞപ്പോഴാണ് ദിലീപിന്റെ കേസും അറസ്റ്റും വരുന്നത്. പിന്നീട് ദിലീപ് തിരികെ വന്ന് ഷൂട്ടിംഗ് തുടങ്ങാൻ നോക്കിയെങ്കിലും രാമചന്ദ്ര ബാബു നിർഭാഗ്യവശാൽ അന്തരിച്ചു. അതോടെ ആ സിനിമയുടെ എല്ലാ പ്രതീക്ഷകളും അവസാനിക്കുകയും ചെയ്തു. ചെസ് ദിലീപിനെ വെച്ച് പ്ലാൻ ചെയ്ത ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ആയിരുന്നു അത്. ലൊക്കേഷൻ ഫോട്ടോകൾ വരെ പുറത്തു വന്നെങ്കിലും പിന്നീട് ചില പ്രശ്നങ്ങൾ കാരണം ഷൂട്ടിംഗ് മുടങ്ങി. പിന്നീട് ഇതേ പേരിൽ മറ്റൊരു കഥയിലാണ് ദിലീപിന്റെ ചെസ് റിലീസായത്. എന്നാൽ ചെസ് എന്ന ഇതേ പേരിൽ ഒരു പൃഥ്വിരാജ് ചിത്രവും മുൻപ് അനൗൺസ് ചെയ്തിരുന്നു. പൃഥ്വിരാജിനെ വെച്ച് ബാബു ജനാർദ്ദനൻ സംവിധാനം ചെയ്യാനിരുന്ന സിനിമയായിരുന്നു ഇത്. ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണം ഇതും നിർത്തിവെക്കേണ്ടി വന്നു. ഭീഷ്മ സ്ഫടികം എന്ന മെഗാ ഹിറ്റിന് ശേഷം മോഹൻലാലും ഭദ്രനും വീണ്ടും ഒന്നിക്കാനിരുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു ഭീഷ്മ. ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയാവുകയും ലൊക്കേഷൻ ഹണ്ടിംഗ് വരെ നടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ചിത്രം ഷൂട്ടിങ്ങിലേക്ക് കടന്നില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയെ വെച്ച് അമൽ നീരദ് ഭീഷ്മപർവം ചെയ്തപ്പോൾ ഈ പഴയ പ്രോജക്റ്റ് വീണ്ടും ചർച്ചയായിരുന്നു. സ്വർണ്ണച്ചാമരം രാജീവ് നാഥ് സംവിധാനം ചെയ്ത ഈ ചിത്രം മോഹൻലാലിനെ നായകനാക്കി വലിയ ക്യാൻവാസിൽ പ്ലാൻ ചെയ്തതായിരുന്നു. ഷൂട്ടിംഗ് തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ തിരക്കഥാകൃത്തായ ലോഹിതദാസിന് ഔട്ട്പുട്ടിൽ തൃപ്തി വന്നില്ല. തുടർന്ന് ഈ സിനിമ ഉപേക്ഷിച്ചു. ഇതിലൊരു ചെറിയ ട്വിസ്റ്റ് എന്തെന്നാൽ ഈ സിനിമ മുടങ്ങിയ ആ ആഴ്ചയിൽ തന്നെ ഇതേ ടീം പ്ലാൻ ചെയ്ത സിനിമയാണ് മഴയത്തും മുൻപേ. കൂമൻ ഡയറക്ടർ ഭരതൻ മോഹൻലാലിനെ വെച്ച് പ്ലാൻ ചെയ്ത സിനിമയായിരുന്നു കൂമൻ. ഇതിനായി മോഹൻലാൽ ഗെറ്റപ്പ് ചേഞ്ച് വരെ നടത്തിയിരുന്നു. എന്നാൽ ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഭരതൻ അന്തരിച്ചതോടെ ആ സിനിമ ഒരു നോവായി അവശേഷിച്ചു. മറ്റൊരു സത്യം ജയറാമിനെ നായകനാക്കി സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ പ്രഖ്യാപിച്ച സിനിമയാണിത്. കുറച്ച് ദിവസം ഷൂട്ടിംഗ് നടന്നുവെങ്കിലും സ്ക്രിപ്റ്റിലെ ചില തമാശകൾ വർക്കൗട്ട് ആവാത്തത് കാരണം സിദ്ദിഖ് തന്നെ ഈ സിനിമ നിർത്തിവെച്ചു. പിന്നീട് ഇതേ കഥയുടെ ചില ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് മറ്റ് സിനിമകൾ ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. വില്ലൻ പൃഥ്വിരാജിനെ നായകനാക്കി ഉണ്ണികൃഷ്ണൻ ആദ്യം പ്ലാൻ ചെയ്ത സിനിമയാണിത്. കുറച്ച് ദിവസം ഷൂട്ടിംഗ് നടന്നുവെങ്കിലും ചില ക്രിയേറ്റീവ് വ്യത്യാസങ്ങൾ കാരണം ഇത് നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് ഇതേ പേരിൽ മോഹൻലാലിനെ വെച്ച് ഉണ്ണികൃഷ്ണൻ മറ്റൊരു സിനിമ സംവിധാനം ചെയ്തു.
നിങ്ങൾക്കറിയാവുന്ന മറ്റ് സിനിമകളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.